വിശേഷമുണ്ട്. ഇന്ന് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ്. എനിക്കും വിശേഷമുണ്ട് എന്നുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം. ഞാൻ അബു അൻഫാൽ പാപ്പനശ്ശേരി ഷുക്കൂർ തങ്ങൾ, അൻഫാൽ ഹെർബൽസ് എന്ന് പറയുന്ന ഞങ്ങളുടെ തേനും തേനീച്ച ഉൽപ്പന്നവും ഈത്തപ്പഴ മരവുമായി ബന്ധപ്പെട്ട ചികിത്സയിലൂടെ ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അൽഹംദുലില്ലാ, 1000 വട്ടം ശുക്ർ. ഈ മാസം, ഈ ദുൽഹജ്ജ് പെരുന്നാൾ ദിവസവും അതോട് അനുബന്ധിച്ച ദിവസവും ഇന്നലെയും 4 കുടുംബങ്ങളിലാണ് അൽഹംദുലില്ലാ കുഞ്ഞുമക്കൾ, പുതിയ അതിഥികൾ പെരുന്നാളോടുകൂടി, പെരുന്നാളിൻ്റെ സന്തോഷത്തോടു കൂടി നമ്മുടെ ചികിത്സയിൽ കൂടി ഓരോ നാട്ടിലും പിറന്നു വീണത്. അൽഹംദുലില്ലാ, വർഷങ്ങളായി ഒരു ഉമ്മയാകാൻ, ഉപ്പയാകാൻ, അച്ഛനാകാൻ, അമ്മയാകാൻ കാത്തിരുന്ന 10 കുടുംബങ്ങൾ ഈ 2 മാസത്തിനുള്ളിൽ പ്രസവിച്ചു കഴിഞ്ഞു. ആ ഒരു സന്തോഷം എൻ്റെ ചികിത്സയിലുള്ളവരോടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുമ്പാകെയും ഞാൻ അറിയിക്കുകയാണ്. അതിൽ 16 വർഷം വിവാഹം കഴിഞ്ഞ് 16 വർഷം വരെ ഒരു കുഞ്ഞിക്കാലിന് കാത്തിരുന്ന സുഗിത സുനിൽ രാമനാട്ടുകര, അതുപോലെ തന്നെ 15 വർഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം സാബിറ റഹീസ് മാനന്തേരി കൂത്തുപറമ്പ, ജാസ്മിന അർഷിദ് വടകര, അതുപോലെ തന്നെ ഫാത്തിമ മുർഷിദ നൗഷാദ് കീശേരി കൊണ്ടോട്ടി 6 വർഷത്തിന് ശേഷം, ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഫാത്തിമ അബ്ദുറഹ്മാൻ ചെറുക്കള കാസർഗോഡ്, അതുപോലെ തന്നെ മുഹമ്മദ് ഹാരിസ് ഷഹർബാൻ മഞ്ചേരി, സലീം ജുവൈരിയ സെറീന അജ്നാസ് പരപ്പനങ്ങാടി, അതോടൊപ്പം ഇന്നലെ മംഗലാപുരത്ത് ജനിച്ച തഷ്രീഫ മുഹമ്മദ് സലീം മംഗലാപുരം, അവർക്കും അൽഹംദുലില്ലാ. അപ്പം ഈ മാസത്തെ സന്തോഷമാണ് 4 പ്രസവം, കഴിഞ്ഞ മാസം 6 പ്രസവം. ഇനിയും അൽഹംദുലില്ലാ വിശേഷമായവരുടെ സന്തോഷ വാർത്ത വരാനുണ്ട്. കഴിഞ്ഞ വർഷം തുടക്കത്തിൽ തന്നെ ഒരു 8 മാസം മുമ്പ് 33 പേരുടെ സന്തോഷമായിട്ടാണ് അൽഹംദുലില്ലാ അൻഫാൽ ഹെർബൽസിൻ്റെ വിശേഷമായി വന്നത്. അൽഹംദുലില്ലാ, അതിലുള്ള പലരും പ്രസവിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ തേനും തേനീച്ച ഉൽപ്പന്നവും ഈത്തപ്പഴ മരവുമായി കൊണ്ടുള്ളൊരു ചികിത്സാ രീതി പൗരാണിക അറബികളുടെ ഇടയിൽ വളരെ പ്രചാരം നേടിയ ഒരു ചികിത്സാ രീതിയാണ്. ഞാൻ കുവൈറ്റിലായിരുന്നു, 23 വർഷം കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലെത്തി 5 വർഷത്തിന് ശേഷമാണ് കുവൈറ്റിലുള്ള ഫഹാഹിൽ ദബ്ബൂസ് ബിൽഡിങ്ങിൽ, അതായത് അൽമുല്ല എക്സ്ചേഞ്ചിൻ്റെ നേരെ തൊട്ട് മുൻവശത്തുള്ള ആദ്യം ഇന്ത്യൻ എംബസി പ്രവർത്തിച്ച ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ സൂക്ക് മഹാമീദ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ അൽ യമാനി എന്ന് പറയുന്ന തേൻ കടയിൽ നിന്നാണ് എൻ്റെ ഈ ചികിത്സയുടെ തുടക്കം. അതിന് കാരണം കുവൈത്തിൽ ജോലി തേടി അവിടെ എത്തിയപ്പോൾ ആ 5 വർഷത്തിന് ശേഷം അവിടെ തന്നെയുള്ളൊരു അറബിയുമായി ബന്ധപ്പെട്ട് അവർ തുടങ്ങിയ തേൻ ചികിത്സ, പ്രകൃതി ചികിത്സ ആയും ബന്ധപ്പെട്ടപ്പോഴാണ് തേനിലൂടെ, തേനീച്ച ഉൽപ്പന്നങ്ങളിലൂടെ, ഈത്തപ്പഴ മരത്തിൽ കൂടി ഉണ്ടാകുന്ന മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടൻ കേരളത്തിലുള്ള പാരമ്പര്യ വൈദ്യന്മാരുടെ കയ്യിലുള്ള അത്ഭുതകരമായ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതി പോലെ കുവൈത്തിലും അറബികൾ ഇങ്ങനെയുള്ള ചികിത്സകൾ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചത്. ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 1000-ലധികം മക്കൾ ജനിച്ചു കഴിഞ്ഞു. അതിലൊരു 10 സന്തോഷ വാർത്തയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 20 വയസ്സുള്ള കുട്ടികളൊക്കെ അൽഹംദുലില്ലാ നമ്മുടെ നാടുകളിലുണ്ട്.
കുവൈത്തിലുള്ള ഏകദേശം ഏതാൻ ഹോസ്പിറ്റൽ, സബ ഹോസ്പിറ്റലുള്ള ഒരുപാട് നഴ്സുമാർ വരെ എൻ്റെ മരുന്ന് ഉപയോഗിച്ച് മക്കൾ ജനിച്ചവരാണ്. ഈ മക്കൾ ജനിച്ചവരെല്ലാം വിവാഹത്തിന് ശേഷം 5, 10, 15, 20 വർഷം വരെ മക്കളില്ലാത്തവർക്ക് അൻഫാൽ ഹെർബൽസ് എന്ന് പറയുന്ന എൻ്റെ ഈ പ്രൊഡക്റ്റിലൂടെ സന്താനഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മരുന്ന് ദുബായിലും അൽഹംദുലില്ലാ കിട്ടാനുണ്ട്, കുവൈത്തിലുമുണ്ട്. അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്ക് വേണ്ടി മരുന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ കൊറിയർ വഴി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സാധനം എത്തിച്ചേരാനും സാധിക്കും. മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ ഉള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മരുന്ന് വേണമെങ്കിൽ നാട്ടിലുള്ള ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഗൾഫിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുഖേന വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഗൾഫിലേക്ക് സാധനം കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി, കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. എന്നെ അറിയുന്ന ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് എൻ്റെ മരുന്നിൻ്റെ വിജയം. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.